അരി അരച്ചുകാണ്ട് ചുടുന്ന ദോശക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അങ്ങനെ ഏതായാലും ഞങ്ങളിന്ന് ദോശ ചുടാൻ നേരിച്ചിട്ടോ. ഏത് ദോശ? നീർദോശ ഉണ്ടല്ലോ, അങ്ങനെ അത് ചുടാൻ വേണ്ടി ഞാൻ പിന്നെ അരിയൊക്കെ അരച്ചുകാണ്ട് സെറ്റാക്കി കണ്ട് വെക്കണം കേട്ടോ. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അരി അരച്ചുകാണ്ടുള്ള ദോശ. അതിക്ക് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടുകാണ്ട് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാനത് ചുടാൻ നിന്നപ്പോൾ ഇമ്മ ഉണ്ട് അവിടെ. രാത്രിക്കൊക്കെ എന്നാൽ ജീരക്കഞ്ഞി ആയിക്കോട്ടെ ഇറങ്ങാണ്ട് ജീരക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. ജീരക്കഞ്ഞി വാങ്ങിക്കാണ്ട് പിന്നെ ഞാൻ അവിടെ ദോശ ചട്ടി വെച്ച് ഞാൻ ദോശ ചുടാൻ വേണ്ടി നിന്നേ. ദോശ ചുടാൻ കുറച്ച് നേരം മെനക്കെടാണെങ്കിലും പക്ഷേ ടേസ്റ്റാണല്ലോ. അങ്ങനെ എന്തായാലും ദോശയും പിന്നെ കുറച്ച് കടലക്കറി ഉണ്ടാക്കായിക്ക്. ചിക്കനൊക്കെ തിന്നുകാണ്ട് എന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കല്ലേ. അപ്പോൾ പിന്നെ ഇന്നൊരു മാറ്റി പിടിച്ചരച്ചിക്കാണ്ട് കടലക്കറിയും ദോശയാക്കിട്ടോ. അങ്ങനെ ഞാൻ പിന്നെ ദോശ പണിയുമ്മക്ക് നിന്നു. ഉമ്മ അവിടെ കടലക്കറി ഉണ്ടാക്കാനും നിന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ മുറ്റത്ത് പെരും കളിയുണ്ട്. അങ്ങനെ ദോശ ചട്ടിയിൽ നിന്ന് എന്തേ പറ്റിയാവോ, ദോശ ചട്ടിയിൽ നിന്ന് അങ്ങോട്ട് ദോശ അങ്ങോട്ട് കിട്ടണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് ശരിയായി. എന്നാലും ഫസ്റ്റിലും ഇങ്ങോട്ട് മയം പോരാഞ്ഞിട്ടോ, ദോശ ചട്ടിക്ക് മയം പോരാഞ്ഞിട്ട് എത്തിയാവോ. അങ്ങനെ ഏതായാലും ദോശയൊക്കെ ചുട്ടുകാണ്ട് റെഡിയാക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ദോശ ചുടാനും പുകയും ഒക്കെ പാടെയാണ്. ഏതായാലും എൻ്റെ ദോശ ചുടലൊക്കെ അവിടെ അങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങളെ നാട്ടിലൊക്കെ ഈ ദോശക്ക് എന്താ പറയുകയെന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഏതായാലും എൻ്റെ ദോശച്ചട്ടി വാങ്ങിക്കാണ്ട് ഞാൻ പിന്നെ അവിടെ കഞ്ഞിക്കുടുക്കൊക്കെ വെള്ളം വെച്ചേ. പിന്നെ ദോശനെ ഞാൻ അവത്തക്കൊക്കെ കൊണ്ടുവച്ചിക്കാണ്ട് പിന്നെ ഞാൻ കടലക്കറീനെ പോയി നോക്കിയിട്ടോ. ഞങ്ങളെ വീട്ടിൽ തേങ്ങ അരച്ചിക്കാണ്ടൊന്നല്ല കടലക്കറി ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു വെള്ളമായിക്കാണ്ടാണ് കടലക്കറി ഉണ്ടാക്കുക. അങ്ങനെ ഏതായാലും പിന്നെ ഞാൻ ജീരകക്കഞ്ഞി കുറച്ച് പപ്പടും പൊരിച്ചു. ഇന്ന് ഇതാട്ടോ ഞങ്ങൾക്ക് നോമ്പറക്കാൻ നാരങ്ങളും പിന്നെ ഞാൻ നേരത്തെ അടിച്ചു വെച്ചില്ല, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഓക്കെ, ബായ്.